എല്ലാവർക്കും വൈറ്റ് പീനട്ട് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് എങ്ങനെ ഒരു ചെമ്മീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാം എന്നതാണ്. ഫിഷ് കട്ട്ലേറ്റിന് ആദ്യമായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചെമ്മീനാണ്. 300 ഗ്രാം ചെമ്മീന് 300 ഗ്രാം പൊട്ടറ്റോ എന്ന അളവിലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. 2 മീഡിയം സൈസ് പൊട്ടറ്റോ പ്രഷർ കുക്കറിലോ അല്ലാതെയോ നിങ്ങൾക്ക് വേവിച്ചെടുക്കാം. പൊട്ടറ്റോ വേവിക്കാൻ വെച്ച് കഴിഞ്ഞാൽ മസാലയ്ക്ക് ആവശ്യമായ ഉലുവ 1/2 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ, ഇഞ്ചി 1 മീഡിയം സൈസ്, വെളുത്തുള്ളി 3 എണ്ണം, തേങ്ങാക്കൊത്ത് 1/4 കപ്പ്, മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ, റെഡ് ചില്ലി 1/2 ടീസ്പൂൺ, കുരുമുളക് 1/2 ടേബിൾ സ്പൂൺ, ഉപ്പ് 1 ടീസ്പൂൺ, ഫിഷ് മസാല 1/2 ടീസ്പൂൺ, കറിവേപ്പില 1-2 ഇതളും 1 സ്പൂൺ ചെമ്മീനും ചേർത്ത് അരച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായാൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാവുന്നതാണ്. സവോള വെന്ത് കഴിഞ്ഞാൽ പച്ചമുളക് ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അടുത്തതായി അതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അരപ്പ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിലോട്ട് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ പച്ചച്ചെമ്മീനാണ് ഉപയോഗിക്കുന്നത്. ഫ്രൈ ചെയ്തോ കുക്ക് ചെയ്തോ അല്ല. കാരണം ഇത് വളരെ ഈസിയായി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി കൂടി ആയതുകൊണ്ടാണ്. പിന്നീട് അതിലോട്ട് വേവിച്ച് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ 1-2 മിനിറ്റ് ചൂടാറാൻ മാറ്റി വയ്ക്കാം. ഇനി മറ്റ് 2 ഇൻഗ്രീഡിയൻസ് കൂടി തയ്യാറാക്കേണ്ടതുണ്ട്. ഒന്നാമത് 2 മുട്ട ബീറ്റ് ചെയ്തെടുത്തത്, രണ്ടാമത് ബ്രെഡ് ക്രംസ് 1/2 കപ്പ്. ബ്രെഡ് ക്രംസ് റെഡിമെയ്ഡായി വാങ്ങുകയോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വൈറ്റ് ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാവുന്നതോ ആണ്. അടുത്തതായി കട്ട്ലേറ്റ് എങ്ങനെ ഷേപ്പാക്കി എടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി 1 സ്പൂൺ കട്ട്ലേറ്റ് മിക്സ്ചർ എടുത്ത് ബോൾ രൂപത്തിലാക്കുക. ബോൾ രൂപത്തിലാക്കിയ മിക്സ്ചർ ഒരു കൈ വെച്ച് മറ്റേ കൈ കൊണ്ടോ വിരൽ കൊണ്ടോ പതുക്കെ പ്രസ് ചെയ്ത് ഒരു കട്ട്ലേറ്റ് ഷേപ്പിലാക്കി എടുക്കുക. 300 ഗ്രാം പ്രോൺസും കൊണ്ട് ഏകദേശം 6-7 കട്ട്ലേറ്റ് വരെ ഉണ്ടാക്കാവുന്നതാണ്. പിന്നീട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഷേപ്പാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഓരോന്നായി ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കുക. അതിനുശേഷം അതിൻ്റെ പുറത്ത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. പിന്നീട് അത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യാൻ ശ്രദ്ധിക്കണം. കട്ട്ലേറ്റിൻ്റെ ഒരു സൈഡ് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ മറച്ചിട്ട് മറുപുറം കൂടി വേവിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. See you with another video. Thanks for watching.